ബാത്റൂമിന്റെ പുറത്ത് ഒരു കിതാബ് മുടിച്ചുകൊണ്ട് ശിഷ്യൻ ഉറക്കങ്ങനെ കിതാബ് വായിക്കും. അത് കേട്ടുകൊണ്ടാണ് ഇബ്നു തൈമിയ കുളിച്ചിരുന്ന. കാരണം കുളിക്കുന്ന ഒരു സമയം പോലും എനിക്ക് വേസ്റ്റായി പോരുതെന്നുള്ള ആരും കാണാത്തൊരിടം തപ്പിയാ ഞാൻ ഇറങ്ങിയത്. ആരും കാണാത്തൊരിടം എനിക്ക് കിട്ടിയില്ല. എവിടെ ചെന്നാലും അവിടെ പടച്ചോൻ എന്നെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇഹ്സാൻ. ഇങ്ങനെ എല്ലാം പടച്ചവന് വേണ്ടി ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഡൗൺ ആയിക്കൊണ്ട് ഈമാൻ കുറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയാം? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങള് യഹ്യാ സിൻവാർ മരിക്കുമ്പോ ഇങ്ങനെ ഷഹാദത്ത് മരിക്കുമ്പോ ഇങ്ങനെ ഇടങ്ങാറാവുന്നത്? ഇനി മരിച്ചാൽ എന്ത്, മരിച്ചില്ലെങ്കിൽ എന്ത്? അവരോരോരുത്തരും കൊതിക്കുന്നതാണ്. അവരോരോരുത്തരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാനാണ്, ഷഹാദത്ത് വരിക്കാനാണ്. ഈ സദസ് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് റഹ്മത്തിന്റെ മലായിക്കത്തുകളെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിന് വേണ്ടിയിട്ടെങ്കിലും ആ ആമീനിൽ ഒരു ഇടം പിടിക്കാനെങ്കിലും ഈ അൽക്കാട്ടോക്കിന് നമ്മൾ വന്നിങ്ങനെ ഇരിക്കും. അത് അതിന്റെ ഒരു ഭയങ്കര സന്തോഷമാണ്, അതിന്റെ ഒരു ആർജവ. കാരണം